തീർച്ചയായിട്ടും അല്ല, ഈ റിപ്പോർട്ട് തീർച്ചയായിട്ടും കുറച്ചുകൂടി നേരത്തെ പുറത്തു വരണമായിരുന്നു എന്ന് തന്നെയാണ് പൊതുസമൂഹത്തെ പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ സർക്കാരിന്റെ മുമ്പിലുള്ള ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് മന്ത്രി തന്നെ പറഞ്ഞല്ലോ. ഒന്ന്, ഈ റിപ്പോർട്ട് സമർപ്പിച്ച ജസ്റ്റിസ് ഹേമ അവർ തന്നെ വളരെ ശക്തമായിട്ടൊരു കത്ത് ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. ഇത് ഒരിക്കലും പുറത്ത് ഈ റിപ്പോർട്ട് വരരുത്, ഇതിന്മേലുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സ്വീകരിക്കും. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇതിൽ മൊഴി നൽകിയിരിക്കുന്ന അവരുടെയൊക്കെ ഒരു സ്വകാര്യതയെ അത് വല്ലാതെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇത് പുറത്തുവിടരുതെന്നുള്ള വളരെ ശക്തമായ ഒരു കത്ത് സർക്കാരിന്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന്, പിന്നീട് വിവരാവകാശ കമ്മീഷൻ, അന്ന് വിൻസെന്റ് പോൾ ആണ് കമ്മീഷൻ എന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹത്തിന്റെ ഒരു വിധിയുണ്ടെന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ പിന്നീട് ശക്തമായ ആവശ്യമൊക്കെ ഉയർന്നതിന്റെ തുടർന്നിട്ടാണ് ഇപ്പോൾ ഈ സ്വകാര്യതയെ ബാധിക്കുന്ന ചില ഭാഗങ്ങൾ അത് മാത്രം ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ളൊരു വിധി വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അത് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഞാനൊക്കെ ഇപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 10-30 വർഷത്തിലധികമായിട്ടുണ്ട്. അപ്പോൾ അന്നുമൊക്കെ ഇത്തരം ഒരുപാട് ആരോപണങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അന്തരീക്ഷത്തിലുള്ള ഒരു ഇതാണ്. പലതും നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ ഒരു ഊഹാപോഹമോ അല്ലെങ്കിൽ ഭാവനയിൽ സൃഷ്ടിച്ച ചില കഥകളോ ഒക്കെ ആകാം എന്നൊക്കെയാണ് ധരിച്ചിട്ടുള്ളത്. ആ സിനിമ എനിക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് സൗഹൃദമുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരാരും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളോടൊന്നും വ്യക്തപരമായിട്ട് അതൊന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു ഇതാണ് കാര്യം. മറ്റൊരാളോടൊക്കെ ഇങ്ങനെ തുറന്നു പറയുന്നതിനൊക്കെ ഉള്ള ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. അതൊരു ജസ്റ്റിസ് എന്ന നിലയ്ക്ക് തന്നെ അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഇത് അവർക്ക് യാതൊരു മുൻധാരണകളോ മുൻവിധികളോ ഒന്നും ഉള്ളതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അപ്പോൾ അത് സർക്കാർ അതിൻ്റെ മേൽ ഉള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ പല വെളിപ്പെടുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്തെ റിപ്പോർട്ടിൻ്റെയൊക്കെ ഒരു പല മൊഴികളും ഒക്കെ ചിലപ്പോൾ ഈ ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിലും ചിലപ്പോൾ ഗവൺമെൻറ് അത് ഉൾപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സ്ത്രീകൾ അവർക്കിങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടായില്ല. ഇതൊരു മുൻകാലങ്ങളെ പോലെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ വളരെ സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം ആ ഒരു തുല്യത നേടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാര്യം നമ്മളെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ എല്ലാ രംഗത്തും പുരുഷന്മാരോടൊപ്പമുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള മൊഴികൾ നൽകിയിട്ട് അവരെങ്ങനെ മറഞ്ഞിരിക്കുകയല്ല. അവർ നിർഭയമായിട്ട് അഥവാ പരാതിപ്പെടേണ്ട ഇത് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അത് പരാതിപ്പെടുകയും കൃത്യമായിട്ട് ആര്, എങ്ങനെ, എവിടെ വെച്ച്, എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് അവർ തുറന്ന് പറയണം. അതിനുള്ള ആർജവം കാണിക്കണം. ഇപ്പം തന്നെ നമ്മുടെ നടിയാക്രമിക്കപ്പെട്ട ആ വിഷയത്തിൽ അവർ ഒരു പക്ഷേ ഇത് രംഗത്ത് വരാതിരുന്നുവെങ്കിൽ ആ ഒരു കേസ് ഏത് രീതിയിലാകുമായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു വലിയൊരു ക്രിമിനൽ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അപ്പം അത് അവരൊരു ധീരമായിട്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളെങ്ങനെ എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായാൽ അവരിങ്ങനെ ഒളിച്ചിരുന്ന് അപമാനഭാരത്താൽ അല്ലെങ്കിൽ എന്തിനെയൊക്കെ ഭയന്നിങ്ങനെ ഒളിച്ചിരിക്കേണ്ടവരല്ല. അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യവുമല്ല. ഇത് കേരളമാണ്. കേരളം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും മാതൃകയാണ്. ഇവിടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിലായാലും സ്ത്രീ മുന്നേറ്റങ്ങളുടെ കാര്യത്തിലായാലും സ്ത്രീകളുടെ പോരാട്ടങ്ങളുടെ കാര്യത്തിലായാലും ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ നിർഭയമായിട്ട് സ്ത്രീകൾ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതും ഉണ്ട്. അതും ഒരു വസ്തുത തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വസ്തുതയാണ്. കാര്യം ഇത് എന്താണ്, ഇപ്പോൾ ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് ചില പരാമർശങ്ങൾ കണ്ടു. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടൊന്നും നമുക്കൊന്നും അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പുതിയ കാലത്ത് എത്രയോ പുതിയ കുട്ടികളുടെ സിനിമകൾ വലിയ വിജയമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നാലും പ്രേമലു ആയിരുന്നാലും അതുപോലുള്ള ഒരുപാട് സിനിമകൾ. അപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ഇത്തരം സിനിമകളൊന്നും മലയാളത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഒരു സിനിമയിൽ അത് നിർമ്മിക്കുന്ന നിർമ്മാതാവിന് ആ സിനിമയിൽ ഒരു മേൽക്കൈ ഉണ്ടാകാം. അവിടെ സംവിധാനം ചെയ്യുന്ന സംവിധായകന് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനൊരു മേൽക്കോയ്മയുണ്ട്. അതിലെ പ്രധാന താരത്തിന് തീർച്ചയായിട്ടും ഒരു മേൽക്കോയ്മയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അധികാരത്തിന്റെ ഒരു ഇതിനകത്തുണ്ടാകും. അവരുടെയൊക്കെ ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഒരു സിനിമയുടെ കാസ്റ്റിംഗിലും ഒക്കെ അതൊക്കെ പ്രതിഫലിക്കാം. അല്ലെങ്കിൽ ഒരു സിനിമയിൽ ആരൊക്കെ വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ളത് ഒരു പ്രൊഡ്യൂസറിലേക്ക് തീരുമാനം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത് ഉണ്ടാകാം എന്നല്ലാതെ ഒരു യഥാർത്ഥ ഒരു കലാകാരനെ ഒന്നും ആർക്കും ഒരിക്കലും അങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാനോ ഒന്നും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.